കേരളത്തില് ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്ന് എറണാകുളത്തെ എറണാകുളത്തപ്പൻ ക്ഷേത്രമാണ്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രം എന്നാണ് ഐതിഹ്യം. ജില്ലയുടെ നഗരമധ്യത്തിലുള്ള ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ കണ്ടുവരാം ഇന്നത്തെ ദൈവമേ കൈത്തൊഴാമിൽ. നഗരത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രം. 1846 നിർമ്മിതമായ ക്ഷേത്രത്തിന് ചരിത്രപരമായും ഐതിഹ്യപരമായും പ്രത്യേകതകളേറെയാണ്. ദിവസം തോറും ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. നഗരമധ്യത്തിൽ കായലിലേക്ക് ദർശനമായി നിൽക്കുന്ന എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ അത്യുഗ്രമൂർത്തിയായ ശിവനാണ് പ്രതിഷ്ഠ. പടിഞ്ഞാറ് ദർശനമുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്ന്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രം എന്നാണ് ഐതിഹ്യം. കൊച്ചി രാജാക്കന്മാരാണ് ക്ഷേത്രം കാലാകാലങ്ങളായി പരിപാലിച്ചു പോന്നിരുന്നത്. കൊച്ചി മഹാരാജാവിന്റെ 7 രാജകീയ ക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്നും ചരിത്രത്തിലുണ്ട്. കൊച്ചി നഗരത്തിന്റെ ചരിത്രവും വളർച്ചയുമായും ക്ഷേത്രം വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. എള്ളുകൊണ്ടുള്ള തുലാഭാരമാണ് ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട്. 1001 കുടം ജലധാര വഴിപാടും പ്രശസ്തമാണ്. ശിവന്റെ കോപം തണുപ്പിക്കാനായി എല്ലാ ദിവസവും ഇത് നടത്താറുണ്ട്. ശിവന്റെ തൃക്കണ്ണിന് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നും അതിനാൽ ശിവനെ ശാന്തനായി നിർത്താനാണ് ഓരോ തുള്ളിയായി ശിവലിംഗത്തിൽ വെള്ളമൊഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുമാണ് വിശ്വാസം. കേരളീയ വാസ്തുവിദ്യയുടെ മനോഹരമായ മാതൃകയാണ് ഈ ക്ഷേത്രം. വട്ടശ്രീകോവിലും മനോഹരമായ കുത്തുപണികളും ഇവിടെ കാണാം. ചിത്രപ്പണികൾ നിറഞ്ഞ മണ്ഡപവും ചുറ്റുമുള്ള വിളക്കുകളുമെല്ലാം ക്ഷേത്രത്തിന് മാറ്റേകുന്നു. കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ മേതൃക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് എറണാകുളം ശിവക്ഷേത്രം. ഏകദേശം ഒരു 300 വർഷത്തിലധികം പഴക്കമുണ്ട് ക്ഷേത്രത്തിന്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ട് പറയുന്നത് മകരമാസത്തിൽ തിരുവാതിര ആറാട്ടായിട്ട് 8 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. മകരമാസത്തിലാണ് ക്ഷേത്രത്തിൽ ഉത്സവം 8 ദിവസം നീണ്ടു നിൽക്കും. മഹാശിവരാത്രിക്കും വിപുലമായ ആഘോഷങ്ങളും വിശേഷാൽ പൂജകളും നടക്കും. അമ്പലത്തിലെ പ്രതിഷ്ഠയും ദർശനവും ഐതിഹ്യങ്ങളും എല്ലാമാണ് വിശ്വാസികളെ ആകർഷിക്കുന്നത്. ഇവിടെ എത്തുന്നവർ തൊട്ടടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും തൊഴുതാണ് മടങ്ങാറ്. എറണാകുളത്തുകാർ നെഞ്ചോട് ചേർത്തൊരിടമാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രം. ഇന്നും തലയെടുപ്പോടെ ഈ ക്ഷേത്രം ഇവിടെ നിൽക്കുന്നു. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഇക്കുവിനൊപ്പം ജോയിമോൻ ജോസ്, ന്യൂസ് മലയാളം.